ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കൊല്ലം ചവറ സ്വദേശി അതുല്യ ഭർത്താവിൽ നിന്ന് നേരിട്ടത് അതിക്രൂര പീഡനമെന്ന് പരാതി. ശാസ്താംകോട്ട സ്വദേശി സതീഷ് ഭാര്യയെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളും പീഡനം തുറന്നു പറയുന്ന അതുല്യയുടെ ശബ്ദ സന്ദേശവും പുറത്തുവന്നു. അതുല്യയുടെ കുടുംബത്തിന്റെ പരാതിയിൽ സതീഷിനെതിരെ കൊലക്കുറ്റം ചുമത്തി ചവറ തെക്കുംഭാഗം പോലീസ് അന്വേഷണം തുടരുകയാണ്. ഷാർജയിലെ ഫ്ളാറ്റിനുള്ളിൽ ഭർത്താവ് സതീഷിൽ നിന്നും നിരന്തരം പീഡനം നേരിട്ട ഒരു 29-കാരി. അതുല്യയുടെ ശരീരത്തിലെ മർദ്ദനമേറ്റ പാടുകൾ ഫോണിൽ ചിത്രീകരിച്ച് ആനന്ദം കണ്ടെത്തുന്ന മുഖമാണ് ദൃശ്യങ്ങളിൽ സതീഷിനുള്ളത്. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു ന്യൂസ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ഇതേപോലെ 2 വ്യത്യസ്തമായിട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന വിഭജിക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു അതുല്യാണെന്നുണ്ടെങ്കിലും അവർക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഭർത്താക്കന്മാരുടെ പീഡനം അല്ലെങ്കിൽ ശാരീരികവും മാനസികമായിട്ടുള്ള ആ ഒരു ഉപദ്രവത്തിൽ നിന്നിട്ടാണ് അവർ ഈ ഒരു മരണത്തിലേക്ക് പോയത്. അപ്പോൾ ഇത് സൂയിസൈഡാണോ അല്ലെങ്കിൽ കൊലപാതകമാണെന്നുള്ളത് നമുക്ക് വരുന്ന ഇതിൽ നമ്മൾ ആ ഒരു പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. അത് ഏതാണെന്നുള്ള സ്ഥിരീകരിക്കാൻ വേണ്ടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ തുടർന്നുള്ള ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു റീൽസാണ്. ഞാനിപ്പോൾ വീഡിയോയുടെ മുഴുവൻ ഭാഗം കാണിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ ഇതിൽ ആ ഒരു വീഡിയോ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അച്ഛൻ തൻ്റെ മകളെ എങ്ങനെയാണ് ഒരു പൊതുസ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇരിക്കേണ്ടതെന്നും അച്ചടക്കത്തോടുകൂടി എങ്ങനെ ഇരിക്കേണ്ടതെന്നും എന്നും അതേപോലെ തന്നെ എന്തെങ്കിലും നിലനിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ താഴ്ത്തി വീഴുന്ന സമയത്ത് അത് കുനിഞ്ഞ് എടുക്കുമ്പോഴത്തേക്കും അതെങ്ങനെയാണ് അച്ചടക്കത്തോടു കൂടി എടുക്കേണ്ടതെന്നാണ് ഒരച്ഛൻ മകളെ പഠിപ്പിക്കുന്നത് എന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അത് അങ്ങനെ ഇരിക്കട്ടെ, നമുക്കിതിൻ്റെ പൂർണ്ണ വീഡിയോ ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലുള്ള ഈ ഒരു ഫിസിക്കൽ അബ്യൂസ്, അതായത് മാരേജ് കഴിഞ്ഞിട്ട് ഭർത്താക്കന്മാരുടെ കിട്ടുന്നുള്ള ഒരു ഫിസിക്കൽ അബ്യൂസ് കാരണം നേരത്തെ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടൊരു ന്യൂസാണ് വിസ്മയുടേത്. വിസ്മയ ഇതേപോലെ തന്നെ ഒരു ഭർത്തൃപീഡന കാരണം മരണപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് അങ്ങനെ അന്ന് ആ ഒരു വിഷയം ഉണ്ടായിട്ട് നല്ലപോലെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ഭർത്തൃപീഡനം അല്ലെങ്കിൽ ഭാര്യമാർ ആണ് കൂടുതൽ സഹിക്കുന്നത് ഈ ഒരു വിവാഹ ബന്ധത്തിൽ. അപ്പോൾ എന്തുകൊണ്ടിട്ടാണ് ഇത്രയും പുരോഗമിച്ചിട്ടും ഈ ഒരു കാര്യങ്ങൾക്കൊന്നും മാറ്റം വരാത്തത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കാണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു ന്യൂസ് വന്നപ്പോഴത്തേക്കും കുറേ ആൾക്കാർ ഈ മരണപ്പെട്ട ഈ ഭാര്യമാരുടെ പാരൻസിനെ കുറ്റം പറയുന്ന രീതിയിൽ, അതായത് ഈ ഭാര്യമാർ അവരുടെ പാരൻസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞങ്ങളെ പീഡനം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ പാരൻസ് പറഞ്ഞ് കുറച്ച് സഹിക്കുക, അത് ശരിയാവും എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാത്ത രീതിയിൽ ആയതുകൊണ്ടിട്ടാണ് ഇവർ മരണപ്പെട്ടത്. അപ്പോൾ ഇതിൽ പാരൻസ് തന്നെയാണ് കുറ്റക്കാരെന്നുള്ള രീതിയിലൊക്കെ കുറേ പേര് അങ്ങനെ കുറ്റം പറയുന്നുണ്ട്. കുറേ പേര് നിയമത്തിനെ കുറ്റം പറയുന്നുണ്ട്. കുറേ പേര് ഈ സൂയിസൈഡ് അല്ലെങ്കിൽ ഈ മരണപ്പെട്ട ഈ സ്ത്രീകളെ കുറ്റം പറയുന്നുണ്ട്. മനസ്സിലല്ലേ? അപ്പോൾ ഇത് ഒന്നും എവിടെയും മാറാൻ വേണ്ടി പോകുന്നില്ല. ഇതിന് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇനിയും പിന്നെയും ഇതേപോലെ ഇനിയും കുറേയുള്ള സൂയിസൈഡുകളും അല്ലെങ്കിൽ ഇതേപോലുള്ള ഫിസിക്കൽ അബ്യൂസ് കാരണം സ്ത്രീകൾ മരിക്കുന്ന ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഉറപ്പായിട്ടും പുരുഷന്മാരും ഫിസിക്കൽ അബ്യൂസ് നേരിടുന്നുണ്ട്. പക്ഷേ കൂടുതലും സ്ത്രീകളാണ് നേരിടുന്നത്. കാരണം നമ്മൾ ഈ ഒരു സൊസൈറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൽ ഡോമിനേറ്റഡ് ആണ്, അല്ലെങ്കിൽ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള സമൂഹം തന്നെയാണ് ഇപ്പോഴും ഉണ്ടാക്കുന്നത്. എന്തൊക്കെ സ്ത്രീ ശാക്തീകരണം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒട്ടുമിക്ക പുരുഷന്മാരുടെ അല്ലെങ്കിൽ ഒട്ടുമിക്ക സ്ത്രീകളുടെ മെൻറ്റാലിറ്റി അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ മതപരമായിട്ടുള്ള റീസൺ കൊണ്ടിട്ട് പുരുഷന്മാരുടെ കീഴിൽ കഴിഞ്ഞു പോകാൻ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സൊസൈറ്റിയിൽ രൂപീകരണപ്പെട്ട് അല്ലെങ്കിൽ മോറലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് രൂപീകരണപ്പെട്ടിട്ടുള്ള ആ ഒരു ചിന്താഗതി കൊണ്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു പൊതുബോധം കാരണം പുരുഷൻ്റെ കീഴിൽ ജീവിക്കുന്ന സ്ത്രീകൾ അങ്ങനെ കുറേ പേര് ഇപ്പോഴും ഉണ്ട്. ഇല്ലെന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് ഈ ഒരു വിവാഹം, കുടുംബം, അതൊക്കെ മലയാളികൾ മലയാളികളല്ല, നമ്മൾ ഇന്ത്യയിൽ തന്നെ ഈ ഒരു സംഭവങ്ങൾ ഭയങ്കര ഒരു ഫാമിലി എന്നുള്ള സംഭവം ഭയങ്കര ഒരു വലിയ കാര്യമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര പവിത്രമായിട്ടുള്ള ഇതായിട്ടൊക്കെ കാണുന്നത്. മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിലും കുടുംബം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ ദൈവമാണ് ഒരു കുടുംബത്തിനെ നയിക്കുന്നത് എന്നുള്ള പല കാര്യങ്ങൾ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു എവല്യൂഷൻ്റെ അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നാണ് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു
ഹിസ്റ്ററി പരിശോധിക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നമ്മൾ ഈ പരിണാമ സിദ്ധാന്തം പരിശോധിക്കുമ്പോഴത്തേക്കും ഇവിടെ എന്താണ് മനുഷ്യർ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് കൃഷിയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഈ വേട്ടയാടുന്ന സമയത്ത് ഈ പുരുഷന്മാർ എങ്ങനെയാണ്, അല്ലെങ്കിൽ സ്ത്രീകളായിട്ട് എങ്ങനെയാണ് അവരുടെ പാർട്ട്ണറിനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു സമയത്ത് പുരുഷന്മാർക്ക് ചോയ്സ് ഉണ്ടായിരുന്നില്ല. മനസ്സിലായി, സ്ത്രീകൾക്കാണ് ചോയ്സ് ഉള്ളത്. സ്ത്രീകളാണ് അവർക്ക് വേണ്ട ഇണനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിലെ ക്രൈറ്റീരിയ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുരുഷന്മാർ തമ്മിലടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യും. ആ ഫൈറ്റ് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് ആരാണ് വിജയിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വരെ ആ ഫൈറ്റിൻ്റെ ഇതിൽ ആരാണ് നിലനിൽക്കുന്നത്, അയാളായിരിക്കും ഒരു സ്ട്രോങ്ങർ പാർട്ട്ണറായിട്ട് സ്ത്രീകൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ സെലക്ട് ചെയ്യുന്ന ഒരാളായിരിക്കും ആൽഫ മെയിൽ. അപ്പോൾ അന്ന് ആൽഫ മെയിൽ സംഭവങ്ങളൊന്നും ഇല്ല. ഞാനിപ്പോഴത്തെ ഒരു മോഡേൺ ആ ഒരു സയൻസിൻ്റെ ഇതിൽ ഞാൻ പറയുന്നതാണ് ആൽഫ മെയിൽ എന്നുള്ളത്. അപ്പോൾ ഈ ആൽഫ മെയിൽ ആയിരിക്കും ആ ഒരു സംഘത്തിലുള്ള ബാക്കിയുള്ള സ്ത്രീകളായിട്ട് മീറ്റ് ചെയ്തിട്ട് അവർക്ക് കുട്ടികൾ ഉണ്ടാക്കുന്നത്. കാരണം അതാരും സ്ട്രോങ് ജീൻ, അല്ലെങ്കിൽ ഏറ്റവും ആരോഗ്യമുള്ള ഒരു ജീൻ ഈ ഒരു പുരുഷൻ്റെ ആണെന്നുള്ള ആ ഒരു ഇതിലാണ് എന്താണ് ഇങ്ങനത്തെ ഒരു സെലക്ഷൻ സ്ത്രീകൾ ചെയ്യുകയും, അല്ലെങ്കിൽ ഈ ഒരു പുരുഷൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന അല്ലെങ്കിൽ ഇണ ചേർന്നിട്ട് അങ്ങനെ ജീൻ തുടരാൻ വേണ്ടി ഈ ഒരു സെലക്ഷൻ പ്രോസസ്സാണ് ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അത് നിങ്ങൾ പല മൃഗങ്ങളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. യൂട്യൂബിൽ തന്നെ ഡിസ്കവറി ചാനലിലേക്ക് കുറേ വീഡിയോസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ബാക്കിയുള്ള മൃഗങ്ങളാണെന്നുണ്ടെങ്കിലും ഇതേ രീതിയാണ് പിന്തുടരുന്നത്. മനുഷ്യനും ഇതേപോലൊരു മൃഗമായിരുന്നു. ഇപ്പോൾ ഹോമോസാപ്പിൻ അല്ലെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെൻ്റ് ഒക്കെ വന്നിട്ട് മനുഷ്യരായിട്ട് മാറി എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പിന്നീട് ഈ ഒരു സംഭവത്തിന് ഒരു മാറ്റം ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൃഷി കണ്ടുപിടിച്ച സമയത്ത് ഇങ്ങനെ ഈ പുരുഷന്മാർക്ക്, അതിന് മുന്നേ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുള്ളത് പുരുഷന്മാർക്കുള്ള ബലം. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പുരുഷന്മാർക്ക് ഫിസിക്കലി സ്ത്രീകളെക്കാളും ബലം കൂടുതലാണ്, സ്ത്രീകൾക്ക് കുറച്ച് ഫിസിക്കലി ബലം കുറവാണ്. അപ്പോൾ ഈ ഒരു ബലം പുരുഷന്മാർക്ക് എങ്ങനെ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഫൈറ്റ് ചെയ്യുന്നതിൽ നിന്നിട്ടാണ് ഉണ്ടായത്. മനസ്സിലായില്ല. കാരണം പുരുഷന്മാർ തമ്മിൽ തല്ലുമ്പോഴത്തേക്കും അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു എവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് ബലം വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നീട് കൃഷി കണ്ടുപിടിച്ചപ്പോഴത്തേക്കും പുരുഷന്മാർക്കുള്ള ഉണ്ടായിരുന്ന ഈ ഒരു ബലം കൃഷിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൃഷിയിൽ പണി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളത് കണ്ടെത്തലുണ്ടായിരുന്നു. മനസ്സിലായില്ലേ. അപ്പം അങ്ങനെ കണ്ടെത്തിയപ്പോഴത്തേക്കും കൂടുതലും പണിയെടുക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു കഠിനാധ്വാനം ചെയ്യുന്നത് പുരുഷന്മാരാണെന്ന് കണ്ടെത്തുകയും, അങ്ങനെ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള കൃഷി കുടുംബങ്ങളുണ്ടായി. അങ്ങനെയാണ് ആദ്യത്തെ കുടുംബങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുന്നേ കുടുംബങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കൃഷി കണ്ടുപിടിച്ചപ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഈ പുരുഷന്മാരുടെ ഈ ഒരു സ്ട്രെങ്ത്ത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുത്താൻ വേണ്ടി പറ്റുമെന്ന് കണ്ടുപിടിച്ചപ്പോഴത്തേക്കും അങ്ങനെ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള സമൂഹങ്ങളുണ്ടായി, അല്ലെങ്കിൽ കൃഷി കുടുംബങ്ങളുണ്ടായി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും പുരുഷന്മാർക്കാണ് ആ ഒരു കൃഷി കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ വാല്യൂ എന്നുള്ളത്. മനസ്സിലായില്ലേ. അപ്പോൾ ആ ഒരു സമയത്തും സെലക്ഷൻ പ്രോസസ്സ് സ്ത്രീകൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതെപ്പോഴാണ് സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാരിലേക്ക് മാറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാലത്ത് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ഇത് വന്നപ്പോഴത്തേക്കും തന്നെ അവർ കാണുന്നുണ്ട്, ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ചെറിയ ചെറിയ ഗോത്ര സംഘങ്ങളായിട്ടുള്ള ആ ഒരു ഗോത്ര സമൂഹത്തിനെ കീഴ്പ്പെടുത്തി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെ അടിമയാക്കിയിട്ട് കൃഷിയിൽ പണിയെടുപ്പിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് കണ്ടെത്തുന്നുണ്ട്. മനസ്സിലായില്ലേ. അപ്പോൾ അത് കണ്ടെത്തിയപ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കൃഷി സമൂഹം പോയിട്ട് വേറെ ചെറിയ സംഘങ്ങളെ കീഴ്പ്പെടുത്തി പിടിച്ചേണ്ടി വരും. അങ്ങനെ അവരെന്ത് ചെയ്യും, അവർ അടിമയായിട്ട് കൃഷി ഇതിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കും. പിന്നെ പിടിച്ചേണ്ടി വരുന്നവർ ഈ ആദ്യം പിടിച്ചിട്ടുന്നവരുടെ നേരെ അടിയിലായിട്ടായിരിക്കും അവരെ എന്ത് ചെയ്യുന്നത്, പണിയെടുപ്പിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് പിടിച്ചിട്ടുന്ന ആ ഒരു ആൾക്കാരെ, അല്ലെങ്കിൽ സെക്കൻഡ് പിടിച്ചിരുന്ന ആൾക്കാരെ തമ്മിൽ മിക്സ് ആവില്ല. കാരണം അവർ രണ്ടുപേരുടെയും രണ്ടും വേറെ സംഘം. അപ്പോൾ ഈ രണ്ട് സംഘങ്ങൾ തമ്മിൽ ഒരുമിക്കൂല. അപ്പോൾ ഈ ഫസ്റ്റ് വന്ന ആൾക്കാർക്ക് കുറച്ച് പ്രിവിലേജ് കിട്ടുകയും, സെക്കൻഡ് വന്ന ആൾക്കാർക്ക് പ്രിവിലേജ് കുറച്ച് കുറവായിട്ട് കിട്ടുകയും, അങ്ങനെ പിന്നീട് വരുന്ന ആൾക്കാർക്ക് തട്ടുതട്ടായിട്ടുള്ള സമൂഹം രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തട്ടുതട്ടായിട്ടുള്ള സമൂഹം രൂപപ്പെട്ടപ്പോഴത്തേക്കും ഈ ഏറ്റവും മേളിൽ നിൽക്കുന്ന ഈ ഒരു തട്ടുണ്ടല്ലോ, അതിലെ സ്ത്രീകൾക്ക് ഈ താഴെ തട്ടുള്ള അടിമകളോട് ഇഷ്ടം വരികയും, അല്ലെങ്കിൽ അവരോട് പോയിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. അന്ന് മുതലാണ് ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് സ്ത്രീകളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് പുരുഷന്മാരിലേക്ക് ആവുന്നത്. അപ്പോൾ ഈ മേൽത്തട്ടിലുള്ള, അല്ലെങ്കിൽ ഈ ഒരു കൃഷിയിൽ നയിച്ചിരുന്ന, അല്ലെങ്കിൽ മേൽനോട്ടം വഹിച്ചിരുന്ന ഈ ഒരു കൃഷി കുടുംബം അവരെന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു സെലക്ഷൻ പ്രോസസ്സ് വിലക്കി. സെലക്ഷൻ പുരുഷന്മാരുടെ മാത്രമാണെന്നോ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മേൽജാതി, അല്ലെങ്കിൽ തങ്ങളുടെ സെയിം
ആ ഒരു ജാതിയിൽ നിന്നിട്ട് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലുള്ള റൂൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ. അതേപോലെ തന്നെ സെയിം ടൈം ഈ ഒരു ഇപ്പോഴത്തെ കാണുന്ന കുടുംബത്തിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി ഈ അടിമയായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഈ ആണുങ്ങളും തങ്ങളുടെ ആ സെയിം അടിമ, ആ ഒരു സെയിം ഒരു തട്ടത്തിലുള്ള സ്ത്രീകളായിട്ട് മെയ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തമ്മിലടിക്കുമായിരുന്നു. അപ്പം അങ്ങനെ തമ്മിലടിക്കുമ്പോഴത്തേക്കും ഈ കൃഷി കുടുംബത്തിൻ്റെ ഏറ്റവും മേളിലിരിക്കുന്ന ആൾ നോക്കുമ്പോഴത്തേക്കും തനിക്ക് ഇതേപോലെ തമ്മിലടിച്ചിട്ട് അതിലൊരു അടിമ അവിടെ ലോസായി പോകണം, ചിലപ്പോൾ മരണപ്പെടാം, അല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിക്കാം. അപ്പോൾ തനിക്ക് വേണ്ട ഒരു എംപ്ലോയി അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഈ ഒരു കൃഷി കുടുംബത്തിൻ്റെ ഏറ്റവും മേളിൽ നിൽക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ഈ കൃഷി കുടുംബം കുറച്ചും കൂടി വലിയ സാമ്രാജ്യമോ രാജ്യമോ മാറുന്ന സമയത്ത് അന്ന് ഉണ്ടായിരുന്ന രാജാക്കന്മാർ അല്ലെങ്കിൽ അതിൻ്റെ മേൽനോട്ടം വഹിച്ച ആൾക്കാരായിരിക്കാം ഇതേപോലുള്ളൊരു കൺസ്ട്രക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഒരു പുരുഷന് ഒരു സ്ത്രീ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഈ ഒരു വിവാഹം എന്നുള്ള സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. അല്ലെങ്കിൽ സ്ത്രീകളുടെ സെലക്ഷൻ പ്രോസസ്സ്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു അവകാശം നിഷേധിക്കുന്നത് ഈ ഒരു കൃഷി കുടുംബത്തിൻ്റെ ആ ഒരു സമയത്ത് നിന്നിട്ടാണ് ഉണ്ടാകും. അതേപോലെ തന്നെ മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റി, പുരുഷന്മാർക്ക് സ്ട്രെങ്ത് ഉള്ളത് കൊണ്ടിട്ട് പുരുഷന്മാരുടെ സ്ട്രെങ്ത് ഈ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് കാണുന്ന സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. ഇതിനെപ്പറ്റി റഫായിട്ടുള്ള ഐഡിയ തന്നുള്ളൂ. അതായത് ഇപ്പോൾ കാണുന്ന വിവാഹം എങ്ങനെയാണ് ഉണ്ടായെന്നുള്ളതും, അല്ലെങ്കിൽ കുടുംബ വ്യവസ്ഥിതി എങ്ങനെയാണ് ഉണ്ടായെന്നുള്ളതും, അതേപോലെ തന്നെ മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റി എങ്ങനെ ഉണ്ടായെന്നുള്ളതും, അല്ലെങ്കിൽ ഈ സ്ത്രീകൾക്ക് നാച്ചുറലി ഉണ്ടായിരുന്ന ഒരു സെലക്ഷൻ പ്രോസസ്സ്. മറ്റുള്ള ജീവികൾ നോക്കി കാണാം, സ്ത്രീകളാണ് അല്ലെങ്കിൽ ഫീമെയിൽ ആയിട്ടുള്ള ഇതാണ് അവരുടെ മെയ്റ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ആ ഒരു നാച്ചുറലി ഉണ്ടായിരുന്ന ആ ഒരു പ്രിവിലേജ് എങ്ങനെയാണ് അവരുടെ നിന്ന് നഷ്ടപ്പെട്ട് പുരുഷന്മാരുടേത് മാത്രമായിട്ട് മാറിയതെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും, മനസ്സിലായി. അപ്പോൾ ജസ്റ്റ് ഒരു റഫ് ഐഡിയ പറഞ്ഞെന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ അല്ലെങ്കിൽ കുറേ ബുക്സും അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഇതിനെപ്പറ്റി എങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ ഇതായിട്ട് വന്നത് എന്നുള്ള ഇത് ഞാൻ പറഞ്ഞെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത് NPD, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള സംഭവം, മനസ്സിലായില്ലേ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ ഒരു ഡിസോർഡറാണ്. അപ്പോൾ ഈ ഡിസോർഡറായിട്ടുള്ള ആൾക്കാരായിരിക്കാം കൂടുതലും ഇങ്ങനെ സ്ത്രീകളെ പീഡിപ്പിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഈ ഒരു ഡിസോർഡർ കൂടുതലും ഡോക്ടേഴ്സ് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെ ഇവർക്ക് കിട്ടുന്നത് വെച്ചെങ്കിൽ കൂടുതലും ഇവരുടെ പാരൻസിൽ നിന്ന് തന്നെ ആയിരിക്കും. ഇവരുടെ പാരൻസ് ഇതേപോലെ സെയിം ഡിസോർഡറുള്ള ആളായിരിക്കും. അപ്പോൾ അവർക്ക് കുട്ടിക്കാലത്ത് വേണ്ടതായിട്ടുള്ള പരിഗണന കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കുറേ അടിച്ചും തല്ലിയും ഉപദ്രവിച്ച് കഴിക്കാൻ ഈ കുട്ടികളെ വളർത്തിയിട്ടുണ്ടാവുക, മനസ്സിലായില്ലേ. അപ്പോൾ അവർ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ടിട്ട് ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ NPD പോലുള്ള ഡിസോർഡേഴ്സ് ഉണ്ടായി വരാനായിട്ടുള്ള പുരുഷന്മാരുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇത് സ്ത്രീകളിലുണ്ട്, എന്തായാലും കൂടുതലും പുരുഷന്മാരിലാണ് കോമൺ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഡിസോർഡറുള്ള ആൾക്കാർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ഒരു എരനെ വേണം, മനസ്സിലായില്ലേ. അപ്പോൾ ഈ ഒരു എരയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ഇവരുടെ ലവറോ അല്ലെങ്കിൽ ഇവരുടെ ഭാര്യമാരോ അല്ലെങ്കിൽ കുട്ടികളോ ഒക്കെ ആയിരിക്കാം കൂടുതലും. വേറെ ബാക്കിയുള്ള ആൾക്കാരൊന്നും ഇവർ നോക്കി കാണുമ്പോഴത്തേക്കും ഇവർ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായിരിക്കും, മനസ്സിലായില്ലേ. അവരുടെ ജോലിയിൽ അവർ ഭയങ്കര സക്സസ്ഫുൾ ആയിരിക്കും, നല്ലപോലെ പൈസ ഏൺ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ സമൂഹത്തിൽ സോഷ്യലി ഇടപെടാനായിട്ട് ഭയങ്കര ബെറ്റർ ആയിരിക്കാം. എന്തെങ്കിലും ഫംഗ്ഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിയിലൊക്കെ പോകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇടപെടാൻ വേണ്ടി കഴിവുള്ള വ്യക്തികളായിരിക്കും ഇവർ. നല്ലപോലെ ഇവർക്ക് ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കഴിവുകളായിരിക്കും, പഠനത്തിൽ നല്ല കഴിവുകളുണ്ടായിരിക്കാം, മനസ്സിലായി. ഇങ്ങനെ കുറേ കഴിവുകളുണ്ടായിരിക്കും. പക്ഷേ ഇവരുടെയൊക്കെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇവർക്ക് ഇതേപോലെ ഇവരുടെ ഭാര്യ ആയിരിക്കും ഇവരുടെ ഇരയെന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ചിലപ്പോൾ ഒരു ലവ് മാരേജിൽ ചിലപ്പോൾ ഇവരുടെ പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കണം ഓർക്കും. അപ്പോൾ ആ ഒരു പാർട്ട്ണറിൻ്റെ ഇവരുടെ സ്വന്തമാവുന്നവരെ അല്ലെങ്കിൽ ഇവരുടെ മാരേജ് കഴിയുന്നവരെ ഇയാളുടെ ഇതേപോലുള്ള സ്വഭാവങ്ങളൊന്നും ആ ഒരു പാർട്ട്ണർ അറിയത്തില്ല. അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പെൺകുട്ടിയുടെ അച്ഛനമ്മ നോക്കുമ്പോഴത്തേക്കും നല്ല വിദ്യാഭ്യാസമുണ്ട്, അല്ലെങ്കിൽ പുറത്ത് എബ്രോഡാണ് ജോലി, അത്യാവശ്യം നല്ല ലക്ഷ്യങ്ങൾ, സാലറിയുള്ള വരുമാനം ഉള്ള ജോബുണ്ട്, എല്ലാം കൊണ്ടും ഭയങ്കര മാന്യനായിട്ടുള്ള വ്യക്തി, മനസ്സിലായില്ല. പക്ഷെ ഇവരുടെ ശരിക്കുള്ള സ്വഭാവം പുറത്തെടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു താൻ പാർട്ട്ണർ അല്ലെങ്കിൽ താൻ ഇരയാക്കാൻ നോക്കി വെച്ചിട്ടുള്ള ആ ഒരാൾ തൻ്റെ സ്വന്തമായി എന്ന് തോന്നുമ്പോഴത്തേക്കും കുറേശ്ശായിട്ടായിരിക്കും ഇവരുടെ ശരിക്കുള്ള സ്വഭാവം പുറത്തെടുക്കുന്നത്.
അപ്പോൾ മാരേജ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അപ്പോൾ ഈ ഒരു സ്ത്രീകൾക്ക് കാണുമ്പോഴത്തേക്കും ഭയങ്കര മാന്യൻ അല്ലെങ്കിൽ ഭയങ്കര സ്നേഹം, ഭയങ്കര കെയറിങ് ആയിട്ടുള്ള ഒരു ഇതൊക്കെ ആയിട്ട് തോന്നും. പക്ഷെ ഇവർ ഏതെങ്കിലും സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഫസ്റ്റായിട്ട് ഒരു ഫിസിക്കൽ അബ്യൂസ് അല്ലെങ്കിൽ മെൻ്റൽ അബ്യൂസ്. ഇപ്പോൾ മെൻ്റൽ അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, കാരണം പാർട്ട്നേഴ്സ് തമ്മിലുള്ള ചെറിയ വാക്കുതർക്കങ്ങളൊക്കെ എല്ലാ ഫാമിലീസിലും ഉണ്ടാവാറുണ്ട്, മനസ്സിലായില്ലേ. പക്ഷെ ഇവർ കൂടുതലും ഒരു റെഡ് ഫ്ലാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നുള്ളതാണ്. ചിലപ്പോൾ തള്ളിയിടുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്കുമായിരിക്കും, ചിലപ്പോൾ ചവിട്ടുമായിരിക്കും, മനസ്സിലായില്ലേ. അപ്പോൾ ആദ്യമേ തന്നെ ഇങ്ങനത്തെ ഒരു ഇത് കാണുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു ഫിസിക്കൽ അബ്യൂസ് നമ്മളുടെ നില സ്ത്രീകളുടെ നേരെ ഉണ്ടാകുമ്പോഴത്തേക്കും അവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ നെറ്റിപ്പോകും. കാരണം ഇത്രയും ഒരു കെയറിങ് ആയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ഇതേപോലെ സ്വഭാവം മാറുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുക എന്ന് മനസ്സിലാവാതെ ചിലപ്പോൾ ഇങ്ങനെ നെട്ടി നിൽക്കും. പിന്നീട് ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഫിസിക്കൽ അബ്യൂസ് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം അല്ലെങ്കിൽ കുറച്ചധികം കഴിയുമ്പോഴത്തേക്കും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു പഴയ ഒരു ആളായിട്ട് അല്ലെങ്കിൽ ഭയങ്കര കെയർ പിന്നെയും കൂടുതൽ സ്നേഹത്തോടുകൂടി തന്നെ ഇയാൾ വന്നിട്ട് ഈ ഒരു പാർട്ട്ണറിനെ അപ്രോച്ച് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു ഭാര്യനെ അപ്രോച്ച് ചെയ്യും, മനസ്സിലായി. പിന്നെ കുറച്ച് നാളത്തേക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളായിരിക്കും. പിന്നെയും കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെയും ഇതേപോലുള്ള ഫിസിക്കൽ അബ്യൂസ് അല്ലെങ്കിൽ മെൻ്റൽ അബ്യൂസ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്താ പിറ്റേ ദിവസം തോന്നിയിട്ട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ, മനസ്സിലായില്ലേ. ഈ ഒരു സംഭവം ഒരു ലൂപ്പായിട്ട് ഇതിനെ കണ്ടിന്യൂ ചെയ്തു. അതേപോലെ തന്നെ ഇവരുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താൻ ആരാണ് ഫിസിക്കൽ അബ്യൂസ് ചെയ്യുന്നത് അത് ആ ഫിസിക്കൽ അബ്യൂസ് ചെയ്യുന്ന ആളുടെ അല്ലെങ്കിൽ ആ അബ്യൂസ് ചെയ്യപ്പെടുന്ന ആ ഒരു വ്യക്തിയുടെ പ്രശ്നം കാരണമായിരിക്കും ഞാൻ അടിക്കുന്നത്, മനസ്സിലായില്ലേ. എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ NPD അല്ലെങ്കിൽ എനിക്ക് ഡിസോർഡർ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യനെ മർദ്ദിക്കുന്നത് എനിക്ക് ഇങ്ങനത്തെ ഡിസോർഡർ ഉള്ളതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കില്ല. നേരെ മറിച്ച് എൻ്റെ ഭാര്യ അവൾക്ക് ഒരു എന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അവളുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള രീതിയിൽ ഭാര്യനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര അത്രയും കഴിവുള്ള വ്യക്തിയായിരിക്കും, മനസ്സിലായില്ലേ. നീ എന്നെ ദേഷ്യം കയറ്റി കൊണ്ടിട്ടാണ് ഞാൻ തല്ലിയത്, നീയാണ് കാരണം എന്നുള്ള രീതിയിൽ ഇതാകും. അപ്പോൾ ചില സ്ത്രീകൾക്ക് നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അവർ സ്വയമേ ചിലപ്പോൾ വിശ്വസിച്ച് പോകും, ആ ശരിയാണ് എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ളതിലേക്ക് വിശ്വസിച്ച് പോകും. കാരണം ഇവർ ഭയങ്കരമായിട്ടും ആൾക്കാരുടെ മൈൻഡ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കഴിവുള്ള ആൾക്കാരാണ്, മനസ്സിലായി. കാരണം ഇവരുടെ ഇങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ ഇവരിങ്ങനെ ഒരു ഫിസിക്കൽ അബ്യൂസ് ചെയ്യാൻ വേണ്ടി കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഫിസിക്കൽ അബ്യൂസ് ചെയ്യുന്ന ആ ഒരു വൈഫിൻ്റെ സങ്കടം അല്ലെങ്കിൽ ആ ഒരു പെയിൻ അല്ലെങ്കിൽ എന്തെങ്കിലും ദേഹത്തുണ്ടാകുന്ന മുറിവുകൾ അത് കണ്ടിട്ടായിരിക്കും ഇവർക്ക് പ്ലഷർ കിട്ടുന്നത്. ഇപ്പം നമ്മൾക്കൊരു പ്ലഷർ കിട്ടുന്നത് ചിലപ്പോൾ നമുക്ക് നല്ലൊരു സിനിമ കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഔട്ടിങ് പോയിട്ട് അല്ലെങ്കിൽ സംസാരിച്ചിട്ടായിരിക്കും. പക്ഷേ ഇതേപോലെ NPD ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്വന്തമായിട്ടുള്ള പ്ലഷർ അല്ലെങ്കിൽ അവർ എൻ്റർടൈൻമെൻറ്റ് കണ്ടെത്തുന്നത് ഇതേപോലുള്ള തൻ്റെ ആ ഒരു പാർട്ട്ണറിനെ അല്ലെങ്കിൽ തൻ്റെ ആ ഒരു വിക്ടിമിനെ ഇതേപോലെ ഉപദ്രവിച്ചിട്ട് അതിൽ നിന്നിട്ടാണ് അവർക്ക് ആ ഒരു മനസ്സുഖം കണ്ടെത്തുന്നത്, മനസ്സിലായില്ലേ. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ കുറേ നമ്മൾ സമൂഹത്തിലുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇതേപോലുള്ള NPD ട്രേറ്റ്സ് ഉള്ള ആൾക്കാരായിരിക്കാം ഇപ്പോൾ ഈ ഒരു ഇതിൽ മരണപ്പെട്ട ഈ ഒരു 2 സ്ത്രീകളുടെയും ഭർത്താക്കന്മാർ. അത് നമ്മൾക്ക് പിന്നീട് വരുന്ന കാലങ്ങളിൽ അറിയേണ്ടി പറ്റും എന്താണെന്നുള്ളത് കാര്യം. അപ്പോൾ എനിക്കിത് സ്ത്രീകളോട് പറയാനായിട്ടുള്ളത്, സ്ത്രീകളും പുരുഷന്മാരും ഇത് ചില ഭാര്യമാരിലും ഇങ്ങനത്തെ ട്രേറ്റ്സ് കാണാറുണ്ട്. അപ്പോൾ ഇത് ആദ്യമേ നിങ്ങൾക്കിത് മനസ്സിലാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ആദ്യമേ നിങ്ങൾക്കൊരു ഫിസിക്കലായിട്ടുള്ള അബ്യൂസ് ഉണ്ടാകുമ്പോഴത്തേക്കും തന്നെ മനസ്സിലായില്ലേ, ആദ്യമേ ഇത് ഉണ്ടാകുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾ അത് കറക്റ്റ് ഒരു റെഡ് ഫ്ലാഗ് ആയിട്ട് ഉറപ്പിച്ചോളണം. ഇത് നിങ്ങളുടെ പാരൻസിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ഷെയർ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ഒരു സൈക്കോളജിസ്റ്റിനോട് ഷെയർ ചെയ്യുക, മനസ്സിലായില്ലേ. അപ്പോൾ അവർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും, ഇതെന്താണ് സംഭവം എന്നുള്ളത് പറഞ്ഞു തരും. അപ്പോൾ നേരെ മറിച്ച് ഈ ഒരു വ്യക്തിനെ ചിലപ്പോൾ കൗൺസിലിംഗ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ സൈക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് ഈ ഒരു ഡിസോർഡർ മാറ്റാമെന്ന് വിചാരിച്ച് നടക്കാൻ ചാൻസ് ഇല്ല. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു ആൾക്കാർ ഒരിക്കലും അവരുടെ പ്രശ്നമൊന്നും അംഗീകരിക്കില്ല, മനസ്സിലായില്ലേ. അല്ലെങ്കിൽ ഇവർ അത് അംഗീകരിച്ചിട്ട് സൈക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് ഇവർ വരത്തില്ല. അപ്പോൾ അത് ഒറ്റയ്ക്കാറും ആ ഒരു സംഭവങ്ങൾ ഇവർ മാറ്റാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സ്വഭാവ വൈകൃതം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ഇവർ ഡോക്ടറിൻ്റെ അടുത്ത് വരത്തില്ല. ഇവരുടെ രീതിയിൽ ഇവർ പെർഫെക്റ്റ് ആണ്, സമൂഹത്തിൽ ഇവർ പെർഫെക്റ്റ് ആണ്, ഇവർക്കൊരു തെറ്റുകുറ്റങ്ങളോ ഇല്ല എന്നുള്ള രീതിയിലാണ് ഈ NPD ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാർ വിചാരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഇങ്ങനത്തെ ഒരു ഫിസിക്കൽ അബ്യൂസ് കിട്ടുമ്പോഴത്തേക്കും തന്നെ ചിലപ്പോൾ മെൻ്റൽ അബ്യൂസ് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റാണ്ട് പോകാമായിരിക്കും. കാരണം ഇതേപോലെ തർക്കങ്ങളെല്ലാം ഫാമിലിയിലും ഉള്ളതല്ലേ എന്ന് വിചാരിച്ചേക്കാം. പക്ഷേ എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളെ ഫിസിക്കൽ അബ്യൂസ് ചെയ്തിട്ടുണ്ടോ അത് ഫസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ സ്ഥലം വിട്ടേക്കുക, പെട്ടിയും കിടക്കെടുത്തിട്ട് സ്ഥലം വിട്ടേക്കുക. കാരണം അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഇവർ മാനിപ്പുലേറ്റ് ചെയ്യും, മനസ്സിലായില്ലേ. ആദ്യത്തെ ദിവസം ഫസ്റ്റ് ടൈം ഒരു ഫിസിക്കൽ അബ്യൂസിന് ശേഷം
പിറ്റേ ദിവസം നിങ്ങളോട് കുറച്ച് നാളത്തേക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോകുക, ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു തരിക, ഭയങ്കര സ്നേഹം ഇങ്ങനെ ഒലിപ്പിക്കും മനസ്സിലായില്ലേ. അപ്പം ആദ്യത്തെ ഒരു ഇത് കിട്ടുമ്പോഴത്തേക്കും തന്നെ ഒന്നെങ്കിൽ ഇതിൽ കൗൺസിലിങ്ങിന് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനോട് ഷെയർ ചെയ്യുക, അവർ പറയുന്ന കാര്യങ്ങൾ സ്റ്റെപ്സ് എടുക്കുക. അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ഇവർ ഉപേക്ഷിച്ച് പോയേക്കുക. കാരണം ഇവരുടെ നിന്ന് വേറൊന്നും പ്രതീക്ഷിക്കാനായിട്ട് ഇവരൊരിക്കലും നന്നാലും പോകുന്നില്ല. അപ്പോൾ ഏറ്റവും ബെറ്റർ നിങ്ങൾ പാരൻസിനോട് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അവരോട് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അവർ കൂടുതലും ഇങ്ങനെ ഈ ഒരു സൊസൈറ്റി സംഭവങ്ങളൊക്കെ പറയുമായിരിക്കും മനസ്സിലായി. കാരണം അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർ ഈ ഒരു സൊസൈറ്റിയിലാണ് വളർന്നത്. അവർ ഇതൊക്കെ എന്തോ കുടുംബം വിവാഹം എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവമാണ്, അതൊന്നും ബ്രേക്ക് ചെയ്യാൻ പാടില്ല, അത് പോയ ജീവിതം തകർന്ന് എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ വളർന്നത്. അപ്പോൾ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുമ്പോഴത്തേക്ക് ആർക്കും മനസ്സിലാക്കാനും പറ്റുന്ന വരില്ല. അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ പ്രൊഫഷണലായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ് ഇതേപോലുള്ള സൈക്കോളജിസ്റ്റുകൾ. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. എന്നിട്ട് ആ റിലേഷനിൽ പോയിക്കുക. അതേപോലെ തന്നെ ഈ റിലേഷനിൽ നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിങ്ങളെ പിടിച്ചു നിർത്തുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണല്ലോ. ഈ ഒരു സൊസൈറ്റിയുടെ സംഭവങ്ങൾ, സൊസൈറ്റിയുടെ കൺസേൺ, അല്ലെങ്കിൽ ആൾക്കാർ നിങ്ങളെ ചോദ്യം ചെയ്യും, അല്ലെങ്കിൽ കുടുംബം, അല്ലെങ്കിൽ വൈഫാണ് ഈ ഒരു ബന്ധം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കുട്ടികളുണ്ടെന്നാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഭാവി. അതിനൊക്കെ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് മനസ്സിലായില്ലേ. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ടോക്സിക് റിലേഷനിൽ നിന്ന് ഓടിപ്പോവുക എന്നുള്ളതാണ്. നിങ്ങൾ സിംഗിൾ പാരൻ്റായിട്ടും ഇവിടെ കുട്ടികളെ നല്ലപോലെ വളർത്തി നല്ല നിലയിലാക്കിയിട്ടുള്ള സിംഗിൾ പാരൻസ് പല ആൾക്കാരുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് എടുക്കാം. എങ്ങനെ കുട്ടീനെ എങ്ങനെ വളർത്തണം എന്നുള്ള സംഭവങ്ങളൊക്കെ ഒരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഒരു സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഓടി മാറുക. ഞാനിതിലാരെയും കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് വശങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ഇതിൽ വിക്റ്റിമായിട്ടുള്ള സ്ത്രീകൾക്ക് ചില സമയത്ത് കൺഫ്യൂസ്ഡ് ആവും മനസ്സിലായില്ല. കാരണം ഇവർ ഈ NPD ഉള്ള പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ആ ഒരു വിക്റ്റിമിനെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഇവർക്ക് ചില സമയത്ത് അവർക്ക് തന്നെ ഇവർ ഈ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ഒരു NPD ഉള്ള ആളിനോട് ഡിപ്പെൻഡ് ആകും മനസ്സിലായി. ആ ഒരു NPD ഉള്ള ആൾ എന്നോട് ഭയങ്കര സ്നേഹമുള്ളതായിട്ടാണ് കാണിക്കുന്നത്, ഇങ്ങനെ ഉപദ്രവിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഈ വ്യക്തിന് തോന്നാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തിനാണെന്ന് നിങ്ങളൊരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് തേടുക. അല്ലാതെ ഇതിൽ നിന്ന് നിങ്ങൾ ഒരു ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു പാരൻസിനോട് സംസാരിച്ചുകൊണ്ട് ചിലപ്പോൾ അതിൽ നിങ്ങൾക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റണമെന്നില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഇത് ഷെയർ ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോറൽ വാല്യൂസ് മനസ്സിലായില്ലേ. നമ്മൾ കൂടുതൽ ആൾക്കാരും ഇവിടെ അടിമപ്പെട്ട് ജീവിക്കുന്ന സംഭവമാണ് മോറൽ വാല്യൂസ് എന്നുള്ളത്. ഈ മോറൽ വാല്യൂസിനും ഒരു ഹിസ്റ്ററി ഉണ്ട്. നമ്മൾ ഈ ഹിസ്റ്ററി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ മോറൽ വാല്യൂസൊക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോറൽ വാല്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാജാവിന് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കൃഷി കുടുംബത്തിന് തൻ്റെ അടിമനെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സംഭവങ്ങളാണ് ഈ മോറൽ വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം രാജാവിനോട് കൂറുള്ളവനായിരിക്കണം, അല്ലെങ്കിൽ തിരുവായ്ക്ക് എതിര് വേണ്ടാടി പാടില്ല, മുതിർന്ന ആൾക്കാരെ ബഹുമാനിക്കണം, മനസ്സിലായില്ലേ. അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ധർമ്മം ചെയ്യണം, അതിനെ കൂലി ആഗ്രഹിക്കുക, അല്ലെങ്കിൽ കർമ്മം ചെയ്യണം, അങ്ങനത്തെ കുറേ മോറൽ വാല്യൂസ് ഉണ്ട്. അത് മറ്റുള്ളവരെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ മോറൽ വാല്യൂസ് ഉണ്ടാക്കിയത്. അത് ആ ഒരു രാജഭരണകാലത്തോ അല്ലെങ്കിൽ ആ ഒരു അഗ്രികൾച്ചറൽ ആ ഒരു സംഭവം ഡെവലപ്പ് ചെയ്ത കാലത്ത് മറ്റുള്ള ആൾക്കാരെ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനം മാത്രമാണ് മോറൽ വാല്യൂസ് മനസ്സിലായി. അപ്പോൾ ഈ ഒരു മോറൽ വാല്യൂസ് ഉള്ള സമയത്ത് തന്നെ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇതേപോലെ കുടുംബങ്ങളിലുണ്ട്. അതായത് ഈ കുടുംബം എന്നുള്ള വ്യവസ്ഥിതി ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ ഡിവോഴ്സ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾ ആൾക്കാർ കളിയാക്കും, അല്ലെങ്കിൽ സമൂഹം എന്നിങ്ങനെ ചോദ്യം ചെയ്യും. ഇങ്ങനെയുള്ളൊരു മോറൽ വാല്യൂസിൻ്റെ അകത്ത് നിൽക്കുന്നത് കൊണ്ടിട്ട് കൂടിയിട്ടാണ് ഈ സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും അവർക്ക് ഈ ഒരു ഫാമിലി അല്ലെങ്കിൽ വിവാഹം അല്ലെങ്കിൽ കുടുംബം എന്നുള്ള സംഭവം ബ്രേക്ക് ചെയ്തിട്ട് അവർക്ക് വരാണ്ടി പറ്റുന്നത്. അപ്പോൾ മോറൽ വാല്യൂസിനേക്കാളും ഏറ്റവും ബെറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, നമ്മളിന്ന് ജീവിക്കുന്നത് ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു രാജ്യത്തിന് മനസ്സിലായില്ലേ. അപ്പോൾ അതിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വാല്യൂ ആണ് ഡെമോക്രാറ്റിക് വാല്യൂസ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾ പഠിക്കുക. അതിനേക്കാളും ഏറ്റവും ബെറ്ററാണ് ഹ്യൂമാനിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ്, മനുഷ്യത്വപരമായിട്ടുള്ള വാല്യൂസ്. അതിനേക്കാളും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്
സഹജീവി സ്നേഹം, ബാക്കിയുള്ള നമ്മൾ എന്താ പറയുക, മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള പ്രപഞ്ചമല്ല, ബാക്കിയുള്ള ജീവികളും എല്ലാവരും കൂടി, പല പക്ഷികളും മൃഗങ്ങളും അല്ലെങ്കിൽ മരങ്ങളും എല്ലാം കൂടി ഒരുമിച്ച് ജീവിക്കുന്നതാണ് ഈ ഒരു പ്രപഞ്ചം എന്നുള്ളത് മനസ്സിലായില്ലേ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് എന്താണ് സ്കൂളുകളിൽ നിന്ന് തന്നെ പഠിപ്പിച്ചു കൊടുക്കുക. കാരണം ആർക്കും ഒറ്റയ്ക്ക് ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് ഉള്ള ഒരറിവും കാര്യങ്ങളും ഉണ്ടാവില്ലല്ലോ. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും തന്നെ ഇതൊക്കെ പഠിപ്പിക്കുക. പിന്നെ സ്കൂളാണെന്നുണ്ടെങ്കിലും എന്താണ് അവർ ഇപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഒരു എംപ്ലോയിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രം മനസ്സിലായില്ലേ. ഇതേപോലുള്ള വാല്യൂസുള്ള അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഒരു കുട്ടി അവൻ്റെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയായിട്ടുള്ളൊരു കുട്ടി അവൻ്റെ വീട്ടിൽ ഇതേപോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇപ്പോഴൊന്നും തോന്നില്ല മനസ്സിലായില്ലേ. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ ഇങ്ങനെ ഈ പോക്സോ കേസ് അല്ലെങ്കിൽ കുറേ സെക്ഷൽ അബ്യൂസുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഇതേപോലുള്ള ഈ NPD റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ഡയറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ പല കുട്ടികളും അനുഭവിക്കുന്നുണ്ട് അവരുടെ കുടുംബത്തിൽ. അപ്പോൾ അവരനുഭവിക്കുമ്പോഴേക്കും തന്നെ അവർ നാളെ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു അഡൾട്ടായി വരുമ്പോഴത്തേക്കും അവരിലും ഈ ട്രേറ്റ്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചെറിയ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിച്ച് അതൊക്കെ ചെറുതിൽ തന്നെ മാറ്റേണ്ടത് സ്കൂൾസിൻ്റെ ഉത്തരവാദിത്തം കൂടിയാണ് മനസ്സിലായി. കാരണം ഈ ഒരു സമൂഹത്തിന് ഒരുമിച്ച് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ മാത്രമാണ്. വൺസ് അവരുടെ സ്കൂളിങ് അല്ലെങ്കിൽ പഠനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ പല പല മേഖലകളിലേക്ക് പോകും. അപ്പോൾ ഇവരെ ഒരുമിച്ച് കൂട്ടാൻ പറ്റാണ്ടാവും. അപ്പോൾ സ്കൂൾസ് എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വെറുതെ കുറേ എംപ്ലോയീസിനെ ജനറേറ്റ് ചെയ്യാതെ അവർക്ക് വേണ്ടിയിട്ടുള്ള വാല്യൂസ്, ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ഡെമോക്രസി റിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഇങ്ങനത്തെ കാര്യങ്ങൾ മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസിക്കായിട്ട് നമ്മളുടെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ മാറണം. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്ക് ഇതേപോലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ പാരൻസ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ യൂത്ത് ആയിട്ടുള്ള ആൾക്കാർ ഇതേപോലുള്ള ആവശ്യങ്ങൾ ചർച്ചകളിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിഷേധ പരിപാടികളിലൂടെ നിങ്ങൾ ഉന്നയിക്കണം. അപ്പം അങ്ങനെയൊക്കെ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിൽ പൂർണ്ണമായിട്ട് ഒരിക്കലും നിർത്താൻ പറ്റില്ല. ജസ്റ്റ് എന്താണ് ഇതിൽ കുറച്ചൊക്കെ കുറവ് കൊണ്ടുവരാണ്ട് പറ്റും മനസ്സിലായില്ലേ. നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ആൾക്കാർ ആവശ്യമുണ്ട്. അതിൽ പാരൻറ്റിങ് എങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടത് എന്നുള്ള പാരൻറ്റിങ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ ഒരു 10, 15 അല്ലെങ്കിൽ 20 കൊല്ലം പഠിച്ചിട്ട് പുറത്ത് വരുന്ന കുട്ടികൾക്ക് ഈ ബേസിക് ആയിട്ടുള്ള ജീവിതമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും തന്നെ ഒരു പരാജയമായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതേപോലെ ന്യൂസ് വരുമ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ കുറ്റം പറയാതെ അല്ലെങ്കിൽ അത് മാറണം ഇത് മാറണം മറ്റേത് മറിച്ചതെന്ന് പറയാതെ ഇതിൻ്റെ ബേസിക് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എവിടെ എന്നുള്ളത് നമ്മളതിനെ അന്വേഷിച്ചുകൊണ്ട് ആവശ്യമുണ്ട് മനസ്സിലായില്ലേ. വെറുതെ ഇങ്ങനെ കുടുംബം മറ്റേത് മറിച്ചത് വിവാഹം എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് എവിടെ നിന്നാണ് ഇതൊക്കെ രൂപീകരണപ്പെട്ട് ഈ ഒരു ഇതിലേക്ക് അവസ്ഥയിലേക്ക് എത്തിയെന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ശരിക്കുമുള്ള പ്രോബ്ലം എവിടെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന ജോലിയിലേക്ക് പോകും. അപ്പം ഞാൻ ജസ്റ്റ് അത്രയും മാത്രമേ പറയാനായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും മറ്റേ തുടക്കത്തിൽ കാണിച്ച റീൽസിൻ്റെ ഫുള്ള് ഇത് കാണാൻ വേണ്ടിയിരിക്കണമെന്ന് അറിയാം. അത് ഞാനിപ്പോൾ ഇതിൻ്റെ അവസാനം ഞാൻ കാണിച്ചേക്കാം, ആരും പോകരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇവിടെ ഞാൻ മകളെ ഇരിക്കാൻ പഠിപ്പിക്കുകയല്ല, പകരം മറ്റുള്ളവരുടെ ചിന്തക്കനുസരിച്ച് നിന്റെ കാലുകൾ ഒതുക്കേണ്ടതില്ല. നിന്റെ കംഫർട്ടിന് നീ ഇരിക്കുക, എതിർക്കുക, അഭിമാനിക്കുക. വലിച്ചെറിയേണ്ടത് ഇരിപ്പിടങ്ങളല്ല, മൂല്യങ്ങളാണ്. ശരീരത്തെ ഷെയിം ചെയ്തിട്ടല്ല പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ടത്. നിന്റെ ശരീരത്തിന്റെ നോർമൽ മൂവ്മെന്റ് പോലും സെക്ഷലൈസ് ചെയ്യുന്ന സമൂഹത്തോട് തുറന്നു പറയുക, ഇനഫ് മൈരേ ഇനഫ്. ഓർക്കുക, ലജ്ജ കാണിക്കാൻ ഫോഴ്സിങ് ചെയ്യുന്നത് അവരുടെ കോൺഫിഡൻസ് കുറയ്ക്കും, അവരുടെ ബോഡി അവയർനെസ് അലോസരപ്പെടുത്തും. സമൂഹത്തിന്റെ ശരീരഭാഷ അവളെ പഠിപ്പിക്കേണ്ടതില്ല, അവളുടേത് തന്നെയാകണം. സ്ത്രീകളുടെ ശരീരത്തിനല്ല കുഴപ്പം, നിന്റെ തലയ്ക്കാണ് കുഴപ്പവും തിരിച്ചറിയുമ്പോൾ നമ്മുടെ സമൂഹവും മെച്ചപ്പെടും മകനേ, മെച്ചപ്പെടും.